ഈ കുരിശിന്റെ വഴി എന്നതാ? ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുന്ന പ്രാർത്ഥനാ സമാഹാരമാണ് കുരിശിന്റെ വഴി അഥവാ സ്ലീവാപ്പാട്. ഈശോ മരണത്തിന് വിധിക്കപ്പെട്ടത് മുതൽ കുരിശുമരണം വരിക്കുന്നത് വരെയുള്ള സംഭവബഹുലമായ മുഹൂർത്തങ്ങൾ ബൈബിളിലെയും ക്രിസ്തീയ പാരമ്പര്യത്തിലെയും പീഡാനുഭവ ചരിത്രത്തെ ആസ്പദമാക്കി ധ്യാനവും പ്രാർത്ഥനകളുമായി രൂപീകരിച്ച കുരിശിന്റെ വഴി എന്ന പ്രാർത്ഥന 14 സ്ഥലങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രാർത്ഥന സഭയിൽ നിലവിലുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ക്ലെമന്റ് 12-ാമൻ മാർപ്പാപ്പയാണ് കുരിശിന്റെ വഴി 14 സ്ഥലങ്ങളിലായി നിജപ്പെടുത്തിയത്. 50 നോമ്പിന്റെ കാലത്ത് കത്തോലിക്ക ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടത്താറുണ്ട്. ഭക്തിപൂർവം കുരിശിന്റെ വഴി നടത്തുന്നവർക്ക് ഭാഗികമായ ദണ്ഡവിമോചനവും ലഭിക്കും.